ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നാട്ടിൽ വന്നിട്ടുള്ളത്. നാട്ടിൽ വന്ന് എൻ്റെ അനിയത്തിൻ്റെ കല്യാണമാണിന്ന്, കസിൻ്റെ. അപ്പോൾ അവളുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ പോവുകയാണ്. ഇപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പോൾ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഫോൺ സൈലൻ്റായി പോയിട്ടുണ്ടാവും, അവൾ വിളിച്ചിട്ട് കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല. ഭാഗത്തിലേക്ക് വിളിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല, അവൾ ഇറങ്ങിയതുള്ളൂ. ഇപ്പോൾ അയ്യോ, തലച്ചിട്ടായിട്ട് ഇപ്പോൾ കുളിക്കുമ്പോഴത്തേക്ക് തിരിച്ചിട്ടതാണ്. എൻ്റെ മുന്നോ എൻ്റെ കൈയെല്ലാം കാണുമ്പോൾ മനസ്സിലായി തരുതരുതര പോലെ ഇല്ലേ, വേറൊന്നുമല്ല, ഭയങ്കര തണുപ്പാണ്. തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്, ഡിസംബറും കൂടിയാണ്. എന്നിട്ട് പച്ചവെള്ളത്തിൽ കുളിച്ചു. അതൊരു ഒന്നൊന്നര കുളിയായിരുന്നു ഗൈസ്. മേത്ത് ഞാനിങ്ങനെ വെള്ളേക്കുമ്പോൾ ഇല പോയി മേത്ത് വെള്ളിച്ചിട്ടേ ഇല്ലാന്ന് പറഞ്ഞാൽ സത്യം അതാണ്. കാരണം ഭയങ്കര തണുപ്പ്. നമ്മളവിടുന്ന് എറണാകുളത്തുനിന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ചാൽ പോലും ഇങ്ങനെ തണുപ്പുണ്ടാവില്ല. പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പ്. പിന്നെ കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ എന്നാലും കുളിക്കണ്ടേ, അതുകൊണ്ട് മാത്രം കുളിച്ചെന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ നേരെ ജലദോഷം വരെ വന്നു എനിക്ക്. ഇന്നലെ കണ്ണ് ഉറങ്ങാത്തതുകൊണ്ട് കണ്ണെല്ലാം നോക്കിയേ. ഇനിയിപ്പോൾ നമ്മൾ നേരെ മേക്കപ്പൊക്കെ ചെയ്തിട്ട് കല്യാണത്തിന് പോകാം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കുട്ടികൾക്ക് ആയിരിക്കും എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. കുട്ടിപ്പട്ടാളത്തിൻ്റെ ഒരു ഗ്യാങ്ങിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എനിക്ക് ഇവിടെ അങ്ങനെ എന്താ പറയുക, വലിയ എൻ്റെ ഏജിലുള്ള ഫ്രണ്ട്സൊന്നുമില്ല. ബാക്കി എല്ലാം കുഞ്ഞു പിള്ളേരാണ്. ഞാൻ അവരുടെ കൂടെയാണ് കൂടുതൽ ഹാപ്പി. ബിക്കോസ് ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമായിരിക്കും അവരുടെ ഉള്ളിൽ. അസൂയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉള്ളിൽ വേറെ എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ട് നമ്മുടെ അടുത്ത് പെരുമാറണമായിരിക്കില്ല. നിഷ്കളങ്കരായ കുട്ടികളാണ്. അപ്പോൾ ഞാൻ അവരുടെ കൂടെയാണ് ഇവിടെ ഭയങ്കര ജോലി ടൈപ്പായിട്ട് നടക്കുന്നത്. പിന്നെ എന്താണ്, എനിക്ക് ജലദോഷവും പിടിച്ചു. ഇന്നലെ അവിടുന്ന് ഇതാക്കി തണുപ്പ് തിന്ന്. പിന്നെ ഇപ്പോൾ രാവിലെ തല വിളിച്ച് വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ജലദോഷം വന്നു. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഇതെന്താണ്, കുഴപ്പമില്ല, ഇത് ജസ്റ്റ് നോർമൽ ഇതൊക്കെ നോർമലാണ്. എല്ലാവരും കുപ്പായ തിരിച്ചൊക്കെ ഇടാറുണ്ട്, ഞാനും അതുപോലെ ഇട്ടതുണ്ട്. ഞാൻ കുളിക്കാൻ പോകുമ്പോൾ കുപ്പായ ഇട്ടിട്ട് പോയത്. അപ്പോൾ കുളിച്ചിട്ട് വന്നാൽ തിരിച്ച് ഇടാൻ മടിയായിട്ട് ഞാൻ അതേപോലെ എടുത്തിട്ടിട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മൾ ബ്ലൗസൊക്കെ ഇടുമ്പോൾ മാറ്റണമല്ലോ, അപ്പോൾ ഇതൊന്നും വലിയ കുഴപ്പമില്ല കാര്യമല്ല. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ശരി ഗൈസ്, അപ്പോൾ നിങ്ങൾ പോയിട്ട് മേക്കപ്പ് ചെയ്യട്ടെ. ബിക്കോസ് എനിക്ക് നല്ല തുമ്മാൻ വരാണ്ട് വയ്യ, എനിക്ക് വേറെ ഇറിറ്റേഷൻ. അപ്പോൾ ബൈ ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫസ്റ്റ് ഇതിൽ തന്നെ നമ്മളിരുന്നു, പന്തിയിൽ തന്നെ. ഐശ്വര്യ ചേച്ചിയും പിന്നെ അപ്പുറത്ത് കുറേ പിള്ളേരെല്ലാം. ഇത് ഗിരീഷേട്ടൻ്റെ മോള്, ഇത് സുഭാഷേട്ടൻ്റെ മോള്, ഇത് കപിലേച്ചി, ഉമ്മണി, ഐശ്വര്യ. ഒരാൾ കാണിച്ചു തരാണ്ട്, നിങ്ങൾക്ക് ഞാൻ ഒരാൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. കാണിച്ചെടുക്കട്ടാ, ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ വേണ്ട, നല്ല ഇൻട്രൊഡക്ഷൻ പറയാം ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരാളാണ്. നിങ്ങൾ കുറേ നാൾ, ഇപ്പം ഞാൻ നാട്ടിലത്തെ വ്ളോഗൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ നാൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ്. ആളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മുന്നേ ഞാൻ ഇടുന്ന നാട്ടിൽ നിന്ന് വീഡിയോയിൽ എടുക്കുന്ന സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടെല്ലാം ഉണ്ടായി, എൻ്റെ ക്യാമറ വുമൺ ആരാണെന്ന്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണിച്ചു തരാം. ഹായ് ഗായ്സ്. അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യം മുതൽ വീഡിയോ എടുത്തിരുന്ന എൻ്റെ ക്യാമറ വുമൺ. ഒരു അപ്പോൾ സുന്ദരിയാണ്. അപ്പം അല്ല, ഞാൻ കുറേ വീഡിയോസിൽ ഇവിടെ ഉൾപ്പെടുത്താൻ നോക്കി, പക്ഷെ ഇവള് വീഡിയോ ഡിലീറ്റ് ആക്കാനെല്ലാം പറഞ്ഞു. ഒരു വീഡിയോ നമ്മൾ ക്യാമറ വുമണ് പരിചയപ്പെടുത്തുന്ന വീഡിയോ തന്നെ എടുത്തു, പക്ഷേ ഓള് പറഞ്ഞു അത് നടക്കൂല, ആ വീഡിയോ എന്നെ കാണാൻ വാങ്ങില്ലേ ചെയ്ത ആ വീഡിയോ ഡിലീറ്റ് ആക്കിപ്പിച്ച്. അപ്പോൾ ഇതാണ് മഹിമ, എൻ്റെ അനിയത്തിയാണ്, എൻ്റെ വല്യമ്മൻ്റെ മോളാണ്. അപ്പം എന്താണ്, ഇവളാണ് എൻ്റെ ക്യാമറ വുമൺ. എൻ്റെ സ്റ്റാർട്ടിങ് മുതലേ ഇപ്പം സീറ്റെല്ലാം മാറ്റി കളിക്കുന്നുണ്ട്. ഉമ്മണി എന്താണ്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നെ സപ്പോർട്ട് ചെയ്ത്, പിന്നെ എൻ്റെ റീൽസ് ആയാലും എടുത്തു തന്നാണ്. പിന്നെ എൻ്റെ കുറേ റീൽസ് എടുത്തുതന്ന് ഇവിടെ ഏച്ചി ഉണ്ട്, ഓളെ ഏച്ചി അപ്പുറത്തല്ലത്. അപ്പം എന്തെങ്കിലും പറയാനുണ്ടോ? ഫേമസ് ആയിക്കഴിഞ്ഞല്ല, ഫേമസ് ആവുന്നതിന് മുമ്പേ സപ്പോർട്ട് ചെയ്യും. ഓക്കെ ഗായ്സ്, ബൈ. എത്ര നാളറിയാം ചോറ് കഴിച്ചിട്ട് ഞാൻ. ഉമ്മണി ശരിയാ.
എടുത്ത് വേണം തിന്നാൻ, കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം വീഡിയോ എടുക്കാൻ. നമ്മളെ ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു, വൈശാഖിന്റെ കല്യാണമായിരുന്നു. അപ്പം സദ്യ എല്ലാം ക്യാമറ മോമൻ വന്നിട്ടുണ്ട്. സദ്യ എങ്ങനെ ഉണ്ടായി? നല്ല ഇതായിരുന്നു. ഞാനും കുറെ നാളുകൾക്ക് ശേഷമാണ് സദ്യ കഴിക്കുന്നത്. ഇതെന്റെ ഡയറ്റ് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ജനുവരി 7 മുതലേക്ക് ചെയ്തുള്ളൂ, ജിമ്മുള്ളൂ. അതുകൊണ്ട് ഞാൻ നല്ലപോലെ പായസം കുടിച്ചു. 2 ഗ്ലാസ് പായസം കുടിച്ചു. ഐസ്ക്രീം ഉണ്ടായിട്ടില്ല അല്ലേ? മുട്ടായി ഉണ്ടായി. നല്ലപോലെ തിന്നത് കുറവായിരിക്കും, പക്ഷെ പായസം നല്ലോണം നമ്മൾ കുടിച്ചു. അച്ചാറെല്ലാം കൂട്ടിയിട്ട് കപില എടുത്തു. കപിലയും ഞാനും അങ്ങനെ പായസം കുടിച്ച് പറയാം. ആദ്യം പായസം വെച്ചു, പപ്പടവും പായസവും വെറുപ്പൊന്നുമില്ല, നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറയാ ഇതെന്റെ നാട്ടിലെ എന്റെ വീഡിയോസിൽ എല്ലാ വീഡിയോയിലും ലൈക്കും കമന്റും ഇടുന്ന കുട്ടിയാണ് അല്ലേ? എനിക്ക് എപ്പോഴും എന്നോട് എങ്ങനെ പറയാനുണ്ടോ? വ്ലോഗിൽ വരും അത്. നീ കാണൂലേ വ്ലോഗ്? നന്നായി. സൂപ്പർ വാവന്റെ കമന്റ്. ഇത് സൂപ്പർ വാവന്റെ ഫാനാണ് കേട്ടോ. ഇവിടെ കുറെ പേരുണ്ട്, നമ്മളെ നാട്ടിലത്തെ കുറെ പിള്ളേരുണ്ട്. അല്ല നമ്മളൊന്നെ അല്ലേ? ബേക്കില് പാവം ഇന്നലെ നല്ല ചിക്കനും കാര്യമെല്ലാം ഉണ്ടായപ്പോ പാവം മാലിട്ട് പോയി. സാറില്ല, സംശരണം. ഇനിയിപ്പം ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതാ ഈ 2 വയസ്സ് മുതലേ എന്റെ വ്ളോഗിൽ സ്റ്റോറിയിൽ ഓരോ ഫിൽറ്റർ ഇട്ടിട്ടുമുണ്ട്. എന്താ മോളെ? സോറി, ചിന്നു രാജേഷ്. ഇവിടെ അറിയാം. രാജേട്ടൻ എന്തായാലും കണ്ടിട്ടുണ്ടാവും, എപ്പോഴും പറഞ്ഞാണ്. പിന്നെ പറഞ്ഞോ, നിങ്ങളെ ഞാൻ വ്ളോഗേഴ്സ് ആക്കാൻ പോവാണ്. ഇവക്ക് ഭയങ്കര കുത്തി പറയാൻ സന്തോഷമായി എനിക്ക്. നാട്ടില് കുറെ പേര് സപ്പോർട്ട് ചെയ്യണതിൽ ഒരാളാണ്. കാരണം എപ്പോ വന്നാലും അമിഷിന്റെ ഫോട്ടോ ഞാൻ ലൈക്ക് ചെയ്തില്ല, അമിഷിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല പറയുന്നൊരു കുഞ്ഞാണ്. താങ്ക് യു. നമ്മളെ ക്യാമറ വുമൺ എന്താ പറയല്, എന്റെ ഗ്രോയിങ് സ്റ്റേജിലെല്ലാം എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നിങ്ങൾ ചിലപ്പം ഇവളുടെ സൗണ്ട് എല്ലാം കേട്ടിട്ടുണ്ടാവും. ഇവള് കരകരയാക്കുന്നതും പിന്നെ എന്നെ ചീത്ത പറയുന്നതും അത് ഇതെല്ലാം പറയുന്നത്. പക്ഷെ താങ്ക് യു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രോയിങ് സ്റ്റേജിൽ നമ്മളെ കൂടെ അങ്ങനൊന്നുമില്ല, ഞാൻ കഷ്ടപ്പെട്ടിട്ട് കുറേല് അല്ല. ഞാൻ ഒരുപാട് എത്ര വീഡിയോസ് ഞാൻ കുറെ വീഡിയോസ് നിങ്ങളെ ലൈക്ക് ചെയ്തിന്. നിങ്ങൾ എടുത്തുന്ന വ്ളോഗ്സ് ഒക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പം മഹിമയോട് എനിക്ക് താങ്ക്സ് പറയാനുണ്ട് ഈ അവസരത്തിൽ. നിന്നെ വ്ളോഗില് എല്ലാവർക്കും നിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ആരെയും കാണിക്കാനുണ്ടോ? ആരെയും കാണിക്കാനില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞാൽ പോവും. പിന്നെ കല്യാണ പെണ്ണിന്റെ ഇനി ഇങ്ങോട്ടേക്കാ ഇനി നമ്മള് ബാക്കിയുള്ളവർ കാണിച്ചാലുണ്ട്. ഇത് ഷീക്കുട്ടൻ, ഇത് അലൻ സി, അലൻ ബിനോയ്, സോറി എന്തോ ഓക്കെ, അലൻ ബിനോയ്. ഇത് അച്ചു, കിച്ചു, ബബ്ലുവിനെ നമ്മൾ മറക്കൂല. ബബ്ലുവിന്റെ പേരിൽ കുറെ ഹിസ്റ്റോറിക്കൽ സ്റ്റോറീസ് ഉണ്ട് നമ്മുടെ നാട്ടില്. കൊച്ചൻ ചേച്ചിയല്ല, ആമേശ്വരം വിളിക്കും. എന്റെ പേരെന്താന്ന് ലച്ചു? മയങ്ങുന്ന കറ. എന്റെ പേരെന്താന്ന് പറയില്ല. നേരത്തെ വിളിച്ചെന്നെ പറഞ്ഞോ? എന്റെ നാട്ടിലെ പേരെന്താന്ന് കുഞ്ഞു ഇപ്പൊ പറഞ്ഞുതരും. എന്ത് പറയണേ? എന്റെ പേര് അമ്മീച്ചിന്ന് പറയണ്ട, ശരിക്കും നീ ആർന്ന് വിളിച്ചോണ്ട് വന്ന പേരെന്താ? പാടീണേ, കൊച്ചൻ ചേച്ചി. എന്നിട്ട് എല്ലാവരും കൊച്ചമണിന്ന് വിളിക്കല്. പക്ഷെ ഞാൻ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് ആമീശ്വരെല്ലാം ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്താണ് ഫോട്ടോ എടുത്താ? നിന്റെ ഫോട്ടോ ഇട്ടിട്ടില്ലേ നമ്മള്? നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് വരാം. അവിടെ വെയിലാന്ന് ഗൈസ്. നമ്മൾ കുറെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോവാണ് ഇനി. ഹലോ മകൻ.
ഗായ്സ്, അപ്പോൾ കുറച്ചാളെയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് എൻ്റെ വ്ളോഗില്. ആ, നിങ്ങളെ എല്ലാവരും കാണിച്ചു തരാം. ആ അപ്പം ഇതല്ലാതെ എൻ്റെ അടുത്ത പിള്ളേരെ ഹായ് പറഞ്ഞോ. എന്തൊക്കെ ഉണ്ട്. ഓക്കെ, ഒരു ബ്ലോഗറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സൂപ്പർ വാവേന്റെ ഫാനാണ്. ഞാൻ സൂപ്പർ വാവേനെ ഇത് അറിയിക്കുന്നതാണ്. ഓക്കെ, സൂപ്പർ വാവയോട് എന്തെങ്കിലും പറയണ്ടോ? സൂപ്പർ വാവ നല്ല മനുഷ്യനാണ്. അപ്പൊ നമ്മല്ല എന്ത് ചീത്തയാ? എന്റെ ചെയ്യാട് ആരെങ്കിലും ഉണ്ടോ വീഡിയോ എന്റെ ചെയ്യാൻ? നിങ്ങളുണ്ടോ വീഡിയോ എന്റെ ചെയ്യാൻ? ഗൈസ്, വരൂ ഗൈസ്, നമ്മൾ വീഡിയോ എന്റെ ചെയ്യാൻ പോണേ. എല്ലാവരും വരൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ. ബൈ 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 ബൈ. ആർക്കൊക്കെ എന്തെങ്കിലും പറയണ്ടോ? മേഖലയിലേക്ക് എന്തെങ്കിലും പറയണ്ടോ? വീഡിയോ നമ്മൾ ക്ലോസ് ചെയ്യും. ഇനിയും വരിക. ഇനി വരുമ്പോ ഞാൻ വീഡിയോ കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് വീഡിയോ അപ്പൊ വീഡിയോ നമ്മൾ ഇവിടെ ക്ലോസ് ആക്കുകയാണ്. ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ അങ്ങനെയല്ല, ഫിൽറ്ററിലിട്ടിട്ട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗായ്സ്, ടാറ്റ, ബൈ ബൈ.